നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. സരിത CD കൈമാറി. സോളാർ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി സരിത S. നായർ. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായ ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി, സലിം രാജ് എന്നിവരുടെ ശബ്ദരേഖ അടങ്ങിയ CD കമ്മീഷന് കൈമാറി. ഹാജരാക്കിയ 3 CDകളിൽ നേതാക്കളുമായി കഴിഞ്ഞ 2 വർഷത്തിനിടെ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ. വ്യവസായി എബ്രഹാം കലമണ്ണിൽ തെളിവുകൾ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തൽ. ഇതിനായി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ കമ്മീഷന് കൈമാറിയ CDയിലുണ്ടെന്നും സോളാർ നായിക. വിവാദങ്ങൾ തണുപ്പിക്കാൻ അബ്ദുള്ളക്കുട്ടിക്കെതിരെ പരാതി നൽകാൻ ആവശ്യപ്പെട്ടത് തമ്പാനൂർ രവി. DGPക്ക് പരാതി നൽകുന്നതിന് തൊട്ടുമുൻപ് രവിയുമായി സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് കൈമാറിയ പണം തിരികെ നൽകാമെന്ന് ബെന്നി ബെഹനാൻ ഉറപ്പു നൽകിയെന്നും സരിത. കുരുക്കഴിക്കാൻ മേൽക്കോടതിയിൽ. കതിരൂർ മനോജ് വധക്കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ P. ജയരാജൻ ഹൈക്കോടതിയിൽ. അപ്പീൽ നൽകിയത് മുൻകൂർ ജാമ്യാപേക്ഷ 3ാം തവണയും തലശ്ശേരി സെഷൻസ് കോടതി തള്ളിയതോടെ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് ഹർജിയിൽ ജയരാജൻ. തനിക്കെതിരെ UAPA ചുമത്തിയത് നിയമവിരുദ്ധം, പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് തെളിവുകളുടെ അഭാവത്തിലെന്നും ആരോപണം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജയരാജനെ AKG ആശുപത്രിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇന്നലെ. കോഴയിൽ കളി തുടരുന്നു. മാണിക്കും ബാബുവിനും പിന്നാലെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയ്ക്കും VS ശിവകുമാറിനും നേരെ ബിജു രമേശിന്റെ കോഴ ആരോപണം. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ നൽകിയത് ചെന്നിത്തലയ്ക്ക് 2 കോടിയും ശിവകുമാറിന് 25 ലക്ഷം രൂപയും. KPCC പ്രസിഡന്റായിരിക്കെ ആഭ്യന്തരമന്ത്രി പണം കൈപ്പറ്റിയത് നേരിട്ടെന്നും വെളിപ്പെടുത്തൽ. ശിവകുമാറിന് പണം കൈമാറിയത് പേഴ്സണൽ സ്റ്റാഫ് അംഗം വാസു വഴി. ഇക്കാര്യം മന്ത്രി ബാബുവിന് അറിയാം. കോഴ നൽകിയത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന് മുൻപ്. കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയം കച്ചവടമാക്കി മാറ്റി. ബഡ്ജറ്റുകൾ UDFന് പണപ്പിരിവിനുള്ള ഉപാധിയെന്നും ബിജു രമേശ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ചെന്നിത്തലയും ശിവകുമാറും. രസീതില്ലാതെ ആരിൽ നിന്നും പണം സ്വീകരിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി. ബാർ ഉടമകൾ എന്തിനാണ് ആരോഗ്യമന്ത്രിക്ക് കോഴ നൽകുന്നത് എന്ന് ശിവകുമാർ. നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പുമായി തനിക്ക് ബന്ധമില്ലെന്നും വിശദീകരണം. സോളാർ പ്രതി സരിത S. നായരുമായി ബന്ധമില്ലെന്ന് ബിജു രമേശ്. 1 വർഷം മുൻപ് സരിത തന്നെ വിളിച്ചിരുന്നു. ബാബുവിന്റെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് തെളിവ് കൈവശമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ലെന്നും പുതിയ വെളിപ്പെടുത്തൽ. തെളിവ് തന്നാൽ പറയാം. സർവീസ് ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ ചീഫ് സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ജേക്കബ് തോമസിന്റെ മറുപടി. ആരോപണങ്ങൾക്ക് തെളിവുകളും രേഖകളും നൽകണം. മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്നും DGP. ജേക്കബ് തോമസിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ജിജി തോംസൺ. 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശം. DGPക്കെതിരായ ആരോപണം സർവീസിലിരിക്കെ അവധിയെടുത്ത് സ്വകാര്യ കോളേജിൽ ശമ്പളം വാങ്ങി പഠിപ്പിച്ചു എന്ന്. വിജിലൻസ് പരിശോധനയിൽ ജേക്കബ് തോമസിന് തെറ്റുപറ്റിയെന്ന് കണ്ടെത്തിയതായി ജിജി തോംസൺ. കൺസ്യൂമർ ഫെഡ് MD ആയിരിക്കെ മന്ത്രിക്കെതിരെ ജീവനക്കാരുടെ യോഗം വിളിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരിക്കും ചീഫ് സെക്രട്ടറി നോട്ടീസ് അയച്ചിരുന്നു. റബ്ബറിൽ പൊതിഞ്ഞ രഹസ്യം. BJP സഖ്യം സംബന്ധിച്ച രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്ന് ജോസ് കെ മാണിയുടെ ഡൽഹി ദൌത്യം. റബ്ബർ വിലത്തകർച്ചയിൽ പരിഹാര ചർച്ചകൾക്കായി ജോസിനെ കേന്ദ്രം ക്ഷണിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് സൂചന. ജോസ് കെ മാണിക്കൊപ്പം ജോയ് എബ്രഹാമും ഇന്ന് BJP അധ്യക്ഷനെ കാണും. റബ്ബർ കർഷകർക്കായി കോട്ടയത്ത് നിരാഹാരം നടത്തിയ ജോസ് കെ മാണിയോട് കേന്ദ്രം പ്രതികരിച്ചത് അനുകൂല മനോഭാവത്തോടെ. റബ്ബർ ഇറക്കുമതി 3 മാസത്തേക്ക് നിരോധിച്ച കേന്ദ്ര നടപടി വിരൽ ചൂണ്ടുന്നതും സഖ്യസാധ്യതയിലേക്കെന്ന് സൂചന. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.